ഈസ് ബിടെക് ഡെഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ കാലം കഴിഞ്ഞോ? എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താണ് ശരിക്കുള്ളതിന്റെ അവസ്ഥ? ഞാനും 2006 സമയത്തൊക്കെ ഞാനും ബിടെക് ചെയ്യണ സമയത്തൊക്കെ ഈ ഒരു ഡയലോഗ് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തിനു ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ബ്രൗസർ വെക്കണ പയ്യൻ എന്നോട് സംസാരിക്കുകയാണ്, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കാര്യമില്ലടാ, അതൊന്നും ചെയ്യണ്ട, വേറെ എന്തെങ്കിലും ചെയ്യേ, എനിക്കൊന്നും ഒരു ജോബും കിട്ടുന്നില്ല. ഈ ഒരു കഥ ഞാൻ 2006 കേൾക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഇപ്പോഴും കേൾക്കാം നമുക്കത്. എക്സാക്ട് അതിൻ്റെ അവസ്ഥ എന്താണ്? കാര്യമുണ്ടോ അല്ലെ കാര്യമില്ലേ? നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുക. വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ ഇതൊരു യൂത്തിൻ്റെ കുറെ ഇങ്ങനെയുള്ള കൺസേൺസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് ഫീൽഡിന്റെ അവസ്ഥ നോക്കാം. കുറച്ച് സ്റ്റഡീസിനെ ബേസ് ആയിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഇപ്പോൾ മക്കൻസി നമ്മൾ 2005 നടത്തിയൊരു സ്റ്റഡീന്റെ ബേസിൽ ഏകദേശം 25% ആൾക്കാർ മാത്രമാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എംപ്ലോയബിൾ ആവുന്നത്. ബാക്കി 75% ആൾക്കാർക്കും ഈ ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ലാതെയാണ് പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ്. വേറൊരു സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ ആസ്പയറിംഗ് മൈൻഡ്സ് 2017 നടത്തിയൊരു സ്റ്റഡിയാണ്. അതായത് ഏകദേശം 95% ആൾക്കാർ, അതായത് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ 95% ആൾക്കാർ ഒരു കമ്പനിയിൽ കയറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ വർക്കിന് കയറാൻ വേണ്ടി 95% അൺഫിറ്റ് ആണെന്നുള്ളതാണ്. വെറും 5% ആൾക്കാരാണ് ഈ ഒരു ക്വാളിറ്റി ആയിട്ട് പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ്. വേറൊരു സ്റ്റഡി ആസ്പയറിംഗ് മൈൻഡ്സ് 2019 നടത്തിയ സ്റ്റഡിയാണ്. ഏകദേശം 37.7% ആൾക്കാർക്ക് ഒരു കോഡിംഗ് സ്കില്ലും ഇല്ലാതെയാണ് ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത്. ഈ ഒരു സാധനം നമുക്ക് വേറൊരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട. അതായത് US ഈ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർ വെറും 4% ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റഡീസിൻ്റെ ഒരു അവസ്ഥയാണ് ഈ നോക്കേണ്ടത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടേതായ എങ്ങനെയാണ് നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് എത്തുന്നത്, എന്ത് റീസൺസ് കാരണമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിലെ ഒരു റീസണാണ്, അതായത് നമ്മളെല്ലാവരും ചെയ്യുന്നത്, അതായത് നമ്മുടെ ഫസ്റ്റ് റീസൺ വെച്ചാൽ പാരൻസ് ആണ്. നമ്മുടെ പാരൻസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസിൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പാരൻസിൻ്റെ കൊളീഗ്സോ ആരെങ്കിലൊക്കെ ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് നല്ലതാണ്, അല്ലെങ്കിൽ അതിന് വേറെ നല്ല സാലറി കിട്ടും, ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല ജോബ് കിട്ടും, അവിടെ അവന് ഈ ജോബ് കിട്ടി എന്നുള്ള കുറേ സ്റ്റോറീസ് കിട്ടി ഇവർക്ക്. ഈ സ്റ്റോറീസുമായിട്ട് ഇവർ എക്സ്പെക്ട് ചെയ്യണം അതിനാണ് സ്കോപ്പ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗാണ് സ്കോപ്പ്, അല്ലെങ്കിൽ മെക്കാനിക്കലിനാണ് സ്കോപ്പ്. ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നിട്ട് ഈ ഒരു താല്പര്യം ഒന്നും ഇല്ലാത്തൊരു കുട്ടിയുടെ തലയിൽ ഇത് കെട്ടിവെക്കും. കുട്ടികൾക്ക് പല പല ആഗ്രഹങ്ങൾ പറയും, ഇതൊന്നും പാരൻസ് സമ്മതിക്കില്ല. അപ്പോൾ ഫസ്റ്റ് റീസൺ അതായത് എന്താണ്? പാരൻസ് തന്നെയാണ്. രണ്ടാമത്തെ റീസൺ ഫ്രണ്ട്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇന്ന കോളേജ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോവാണ്, എന്നാൽ നമുക്ക് അതിൻ്റെ കൂടെ പോകാം. എന്താണ് നമുക്ക് വേണ്ടതെന്നൊന്നും അറിയില്ല, ഫ്രണ്ട്സ് പോവാം, അതിൻ്റെ കൂടെ പോവാം. ഇത് ഒരു മെയിൻ റീസൺ. കുറേ പേര് ഇങ്ങനെ എഞ്ചിനീയറിംഗിൽ എത്തുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ MBBS എന്ന് എഴുതി, അതായത് നമ്മൾ പലരും എന്താണ് MBBSന്റെ അതായത് മെഡിക്കൽ എൻട്രൻസിന് നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ അടുത്ത എഞ്ചിനീയറിംഗ് അടുത്ത ഓപ്ഷൻ, അതായത് മെഡിക്കൽ കിട്ടാതെ വരുമ്പോൾ എഞ്ചിനീയറിംഗ് എടുക്കുക എന്നുള്ളത് അതും വളരെ മിസ്റ്റേക്കായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ നാലാമത്തെ കേസാണ്, ഇതാണ് ഏറ്റവും ഇപ്പം എസ്പെഷ്യലി ഗേൾസിന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, മാരേജ് മാർക്കറ്റ്. നാലാമത്തെ മാരേജ് മാർക്കറ്റ്. എല്ലാവർക്കും അറിയാം, അതായത് നോർമൽ ഡിഗ്രി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് എൻ്റെ കുട്ടി എഞ്ചിനീയറിംഗ്. മാരേജ് മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ ഉണ്ടാവും, നല്ലൊരു മാരേജ് എടുക്കണമെങ്കിൽ. അല്ലാതെ ഒരു നല്ലൊരു സ്റ്റഡി നടത്താൻ, അല്ലെങ്കിൽ നല്ലൊരു ഇന്നോവേഷൻ, നല്ലൊരു റിസർച്ച് നടത്താനെന്നുള്ള ബോധത്തിലൊന്നല്ല എഞ്ചിനീയറിംഗിലോട്ട് വരുന്നത്. ഇത്രയും മെയിൻ റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കുറേ മിസ്റ്റേക്കുകൾ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യണത്? എഞ്ചിനീയറിംഗിന് എത്തുന്നത്. ഇനി ശരിക്ക് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യേണ്ട എക്സാക്റ്റ് റൈറ്റ് റീസൺ എന്താണ്? റൈറ്റ് റീസൺ ഇതാണ്, പാഷൻ. നമുക്ക് ആ ഒരു ഫീൽഡിനോട്, എഞ്ചിനീയറിംഗ് ഏതെങ്കിലും സബ്ജക്റ്റിനോട് അത്രയും പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ എനിക്ക് IT ഫീൽഡ് എന്തെങ്കിലും ചെയ്യണം, വർക്ക് ചെയ്യണം എന്നുള്ളൊരു പാഷൻ ഒരു മൂഡിലോട്ടാണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണത്
നല്ലതാണ്. ആ ഒരു റീസൺ കൊണ്ട് മാത്രമേ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീൽഡിലാണ് നിങ്ങളുടെ പാഷനെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആര് പറഞ്ഞാലും അത് കേൾക്കരുത്. എസ്പെഷ്യലി പാരൻസ് നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടി നോക്കും, അത് അംഗീകരിച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് എന്താണ് പാഷൻ അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇനി പലർക്കും ഉണ്ടാവും +2 കഴിയുമ്പോൾ എന്താണ് പാഷൻ എന്നും അറിയാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പാഷൻ കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടേതായ ഒരു വീഡിയോ തന്നെ വരുന്നുണ്ട്, പാഷൻ എങ്ങനെ നിങ്ങളെ പാഷൻ കണ്ടെത്താന്നുള്ള. ആ വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളെ പാഷൻ കണ്ടെത്താന്നുള്ളത് അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട പ്രധാന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയൊരു ജോബിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്, സാധാരണ ചെറിയൊരു സേഫ് ആയിട്ടൊരു ജോബിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എഞ്ചിനീയർ എടുക്കുകയാണെങ്കിൽ എടുക്കരുത്. എക്സാക്ട്ലി അതിനോട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇൻഡസ്ട്രിയിലെ കുറച്ച് ചേഞ്ചസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ 2003 UR റാവോ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സപ്ലൈ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള കുട്ടികൾ ഒരുപാട് ഇൻഡസ്ട്രിയോട് സപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഡസ്ട്രിയിലെ ഡിമാൻഡ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കോളേജുകൾ കുറച്ച് അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് 2003 അത് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കുക, ഒരു 90s 300 കോളേജാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്, ഇന്ത്യയിലുണ്ടായിരുന്നത്. 2000 അത് 1000-അടുത്തെത്തി, 700 സംതിങ് 1000-അടുത്തെത്തി. 2010 ഒക്കെ ആയപ്പോഴേക്കും അതിൻ്റെ റേറ്റ് നോക്കുക 10,000 സംതിങ് ആണ്. അത്രയ്ക്കും ഗ്രോത്താണ്. ശരിക്കും സപ്ലൈ കൂടുകയാണ് ചെയ്തത്. 2003 നമ്മളോട് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് 2010 ഒക്കെ ആയപ്പോഴേക്കും 10,000 കോളേജായിട്ട് മാറുകയാണ് ചെയ്തത്. എത്ര ഇരട്ടിയാണ് വർദ്ധിച്ചത് നോക്കുക. അപ്പോൾ അത്രയും സപ്ലൈ കൂടി ഡിമാൻഡ് കുറയുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, അതായത് ഈ ക്ലോസ് ചെയ്യണമെന്ന് കോളേജ് കുറേ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, 2010 മുതൽ 2019 വരെ അടച്ചുപൂട്ടിയ കോളേജുകളുടെ എണ്ണം ഏകദേശം 700 സംതിങ് ആണ്. ഇനിയിപ്പോൾ AICTEയുടെ പുതിയൊരു വന്നിട്ടുണ്ട്, ഈ 2018-19 സമയത്ത് വന്നിട്ടുണ്ട്. 800 കോളേജസ് കൂടി അടച്ചു പൂട്ടാൻ പോകുന്നത്. എന്നാൽ പോലും സപ്ലൈ കൂടുതലാണ്, ഡിമാൻഡ് എപ്പോഴും കുറവാണ്. വേറൊരു ഫാക്റ്റ് നോക്കാം നമുക്ക്. IT സെക്ടറിലെ ഗ്രോത്ത്, ഗ്ലോബലൈസേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 30% IT സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു 2010 ശേഷം 10.2% ആ ഗ്രോത്ത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, ഈ IT സെക്ടറിലെ ഗ്രോത്ത് ആണെങ്കിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ഇൻഡസ്ട്രിയൽ ചേഞ്ചസ് നടക്കുമ്പോൾ ഒട്ടും പാഷൻ ഇല്ലാത്ത ആൾക്കാർ ഒരു ജോബിന് വേണ്ടിയിട്ട് ഈ ഒരു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷന് വേണ്ടി പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇതിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ചെയ്യണവരുണ്ടായിരിക്കും, ചെയ്യാൻ പോകുന്നവരുണ്ടായിരിക്കും, കഴിഞ്ഞവരുണ്ടായിരിക്കും, ഈവൻ പാരൻസ് അടക്കം കാണുന്നുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോടുള്ള ഒരു മെയിൻ ഉപദേശമാണ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ Tier 1 കോളേജുകൾ, IIT പോലുള്ള Tier 1 കോളേജ്, IIT NIT പോലുള്ള Tier 1 കോളേജുകൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. അവിടെ മാത്രം എഞ്ചിനീയറിംഗ് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അവിടെ നിങ്ങൾക്ക് Tier 1 കോളേജിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വർഷം അല്ല 2 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും Tier 1 കോളേജിലോട്ട് കയറാൻ നോക്കുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഭയങ്കര ടാലൻറ്റഡ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി പാഷനേറ്റ് ആണ് ഓൾറെഡി എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എന്നുണ്ടെങ്കിൽ ഇനി ഇതൊന്നും ഇല്ലാത്തൊരു ട്രെൻഡ് നമുക്കിവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വളർന്നു വരുന്നുണ്ട്, ലോകത്തെമ്പാടുണ്ട്. ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ഒന്നും ഇല്ലാതെ സെൽഫായിട്ട് തന്നെ ഓൺലൈനിൽ ഒരുപാട് കോഴ്സും ട്യൂട്ടോറിയലൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൽഫായിട്ട് അത്രയും ടാലൻ്റായിട്ട് സെൽഫായിട്ട് തോന്നുന്നുള്ളവർക്ക് അതൊരു ഓപ്ഷനാണ്. ആ ഒരു ട്രെൻഡ് വളർന്നു വരുന്നുണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്താലും ഈ ഒരു 4 ഇയർ ഒന്നും നിങ്ങൾക്ക് കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലാതെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ Tier 1 കുറിച്ച് ഞാൻ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാലറി റേഞ്ച് ഒന്ന് നോക്കാം. Tier 1 കോളേജിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ആവറേജ് സാലറി ഇപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ ഒരു 9 lakh to 10 lakh ആണ് ഇയർലി ആനുവൽ സാലറി ആയിട്ട്, ആവറേജ് സാലറി ആയിട്ട് കാണിക്കുന്നത്. Tier 2 നോക്കി, Tier 2 ഏകദേശം 1.8 മുതൽ 2 lakhs വരെ വരുന്നുള്ളൂ. അപ്പോൾ ഒരു അവസ്ഥ ആലോചിക്കുക, നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്ന അവർക്ക് മന്ത്ലി കിട്ടുന്ന സാലറി എന്താണോ അതാണ് നിങ്ങൾക്ക് ഇയർലി കിട്ടുന്ന സാലറി. അത്രത്തോളം വ്യത്യാസമാണ് Tier 1 Tier 2 ആവറേജ് സാലറി കാണിക്കുന്നത്.
ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഈ ടയർ 2 ടയർ 3 കോളേജിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിൽ മെയിൻ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഫണ്ടമെന്റൽസ് കാര്യങ്ങൾ, ഏത് ഡൊമൈനിലാണ് നിങ്ങൾ, എന്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോണത്, അതിൻ്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാന പോയിന്റാണ്. രണ്ടാമത്തെ കാര്യമാണ് ഡൊമൈൻ സ്പെഷ്യലൈസേഷൻ. അതായത് നിങ്ങൾ എന്ത് ഡൊമൈൻ, അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് കഴിഞ്ഞാൽ ഏത് ഫീൽഡിലോട്ടാണ് വർക്ക് ചെയ്യാൻ പോണത്, അവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ആണെങ്കിൽ കോഡിങ്ങിലോട്ടാണോ, അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിലോട്ടാണോ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള വേറെ ഫീൽഡിലോട്ടാണോ, എന്ത് ഫീൽഡിലോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തെ പോയിന്റാണ് സ്റ്റഡി പ്ലസ് വർക്ക്. നമ്മുടെ നാട്ടിൽ പലരും കോളേജ് പഠിക്കുന്നതിൻ്റെ കൂടെ പാർട്ട് ടൈമായിട്ട് വർക്കിന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒന്നെങ്കിൽ വല്ല കാറ്ററിങ്ങിനോ, അല്ലെങ്കിൽ വല്ല ഫുഡ് സപ്ലൈക്കോ, അല്ലെങ്കിൽ വല്ല ക്യാബ് ഡ്രൈവിങ്ങിനോ, ഇങ്ങനെയുള്ള പാർട്ട് ടൈം വർക്കുകൾക്കാണ് പോകുന്നത്. ശരിക്കും ഈ സ്റ്റഡീൻ്റെ കൂടെ പാർട്ട് ടൈം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, അതായത് 2 ടയറിലും 3 ടയറിലൊക്കെ പഠിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വർക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ നോക്കണമെന്ന്, ആ ഡൊമൈനിലുള്ള വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അതിന് ഒരുപാട് വർക്ക് കിട്ടാനുള്ള ഒരുപാട് സൈറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്, ഒരുപാട് ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിലുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യാൻ നോക്കുക, അതിന് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലാതെ കാറ്ററിങ് മറ്റു കാര്യങ്ങളോട്ടൊന്നും പോകാൻ നോക്കുക. പിന്നെ നാലാമത്തെ കാര്യമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും കമ്പനി സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റേൺഷിപ്പിന് പോകും. അതല്ല ചെയ്യേണ്ടത്. ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബിഗ് കമ്പനീസ്, അതായത് ഗൂഗിള്, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനീസൊക്കെ, അല്ലെങ്കിൽ നല്ല വലിയ MNCs കമ്പനീസൊക്കെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങളെ ഇന്റേൺഷിപ്പിന് വിളിക്കും. അങ്ങനെയുള്ള നല്ല റിസർച്ച് ടീമിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങളെ അങ്ങനെ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ എക്സാക്ട്ലി നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഇന്റേൺഷിപ്പിനാണോ ട്രൈ ചെയ്യേണ്ടത്. വേറെ ഇന്റേൺഷിപ്പ് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇങ്ങനെ കിട്ടാത്ത ആൾക്കാരുണ്ടോ, അപ്പോൾ ബിഗ് കമ്പനീസിലൊക്കെ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഡൊമൈൻ സ്പെസിഫിക്, അപ്പോൾ അവിടെയും നമ്മൾ വരുന്നത് എന്ത് കരിയറിലൂടെ നമ്മൾ പോകുന്നതല്ലേ, ആ ബേസ് ചെയ്തിട്ടുള്ള, ആ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിനെ കണ്ടെത്തുക. അത് സെർച്ച് ചെയ്യാനും കണ്ടെത്താനൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അങ്ങനെ അവരെ കണ്ടെത്തിയിട്ട് അവിടെ അതായത് നിങ്ങൾ സ്കില്ലുമായിട്ട് വേണം അവിടെ പോകേണ്ടത്. അപ്പം എന്താണ്, അവർക്ക് കുറച്ച് മോഡ്യൂൾസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഒന്നും അറിയാതെ ഒരു ഇന്റേൺഷിപ്പിന് പറഞ്ഞിട്ട് പോവുക, കുറച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ആ രീതിയിലുള്ള ഇന്റേൺഷിപ്പ് ആണെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ അഞ്ചാമത്തെ കാര്യം പറയണമെന്ന് വെച്ചാൽ, ഇത്രയും പറഞ്ഞാൽ നമ്മളൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ്. ഇനി പഠിച്ച് കഴിഞ്ഞവർക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, 2 പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. ഒന്ന് ഓപ്പൺ സോഴ്സ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള എല്ലാവർക്കും ഓപ്പൺ സോഴ്സ് അറിയായിരിക്കും. അതായത് നമുക്ക് ഗിറ്റ്ഹബും ഗിറ്റ്ലാബൊക്കെ പോലുള്ള വെബ്സൈറ്റിൽ കോഡൊക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ ലിനക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൻഡ്രോയിഡ് OS കേട്ടിട്ടുണ്ടാവും, ഒരുപാട് അങ്ങനെ ഓപ്പൺ സോഴ്സ് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഇങ്ങനത്തെ പ്രൊജക്റ്റിൽ ചെറിയ പ്രോജക്റ്റുണ്ട്, വലിയ പ്രോജക്റ്റുകളുണ്ട്. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോജക്റ്റുണ്ട്. അതിൽ പേയ്മെൻറ്റ് കിട്ടുന്ന ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്റ്റിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് പഠിച്ചു കഴിഞ്ഞവർക്കും ചെയ്യാവുന്ന ഒരു മെയിൻ കാര്യമാണ്. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോഴത്തെ റെസ്യൂമ് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. വെച്ചാൽ ഓപ്പൺ സോഴ്സ് ചെയ്ത് ഗിറ്റ്ഹബിൻ്റെ URL ഒക്കെ ചോദിക്കും ചിലപ്പോൾ ചില കമ്പനീസ്. അപ്പോൾ അവിടെയൊക്കെ കാണിക്കാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊജക്ട്സുകൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് കാണിച്ചാൽ ഭയങ്കര വാല്യൂ ആണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം, നെറ്റ്വർക്കിംഗ് എന്നുള്ള കാര്യം. നെറ്റ്വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളല്ല. നെറ്റ്വർക്കിംഗ് എന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ, ആൾക്കാരുമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫീൽഡിലോട്ടാണ് പോകുന്നത് ആ ഫീൽഡിലെ കമ്മ്യൂണിറ്റീസ്, ഒരുപാട് ടെക്നിക്കൽ കമ്മ്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഇപ്പോൾ കാലിക്കറ്റ് സൈബർ പാർക്ക് ബേസ് ചെയ്തിട്ടായാലും, കൊച്ചിയിലെ ഇൻഫോ പാർക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ ബേസ് ചെയ്തിട്ടായാലും, അതുപോലെ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് ആയാലും, ഇവിടെയൊക്കെ ഒരുപാട് ടെക് കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് ഫ്രീ ട്രെയിനിങ് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പാർട്ടാവുക, ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വോളണ്ടിയറിങ് ചെയ്യുക. ഈ കാര്യങ്ങൾ കോളേജ് പഠിക്കുന്നതിന് കൂടെ അത് കഴിഞ്ഞിട്ടും ചെയ്യാൻ മസ്റ്റായിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെൻറ്ററിങ് സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടും, എങ്ങനെ ബിൽഡ് ചെയ്യണം, ഏത് ഫീൽഡിലോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണ്. 7th പോയിന്റാണ് കമ്മ്യൂണിക്കേഷൻ.
അതായത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസം കിടന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നിൽക്കരുത്. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വീഡിയോസും ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്ന അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ മസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. അത് ഭയങ്കര ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. പിന്നെ നമുക്ക് 8th പോയിന്റ് എന്താ വെച്ചാൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന കാര്യം. അതായത് ഒരു ടെക്കി റിച്ച് പ്രൊഫൈലിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ, ഗിറ്റ് ഹബ്, ലിങ്ക്ഡിൻ കാര്യങ്ങൾ, അതിലൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യണം, അതിന് ഒരുപാട് ആക്ഷൻസ് സ്റ്റെപ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കുക. ഈ ഒരു സാധനം ഞങ്ങൾ ഇതിന് കൂടെ തന്നെ ഒരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഒരു റിച്ച് ടെക്കി പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളത്, എങ്ങനെയാണ് റിച്ച് ടെക്കി പ്രൊഫൈൽ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി ഉണ്ട്. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സാക്റ്റ് ആക്ഷൻ പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതൊന്ന് വാച്ച് ചെയ്തിട്ട് അത് അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. 9th പോയിന്റ് നോക്കി, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അതായത് എപ്പോഴും നിങ്ങൾക്ക് എന്തായാലും ഒരു എക്സ്പെക്റ്റേഷൻ വേണം. ഇത്ര സാലറി എനിക്ക് വേണം, ഇത്ര ഇൻകം മന്ത്ലി എനിക്ക് വേണം. ജോബായാലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര സംഖ്യ എനിക്ക് മന്ത്ലി വേണം, എത്ര എക്സ്പെൻസ് എനിക്ക് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് എത്രത്തോളം വേണം എന്നൊക്കെ ഉള്ളൊരു കാൽക്കുലേഷൻ വേണം. ആ മൈൻഡ് സെറ്റ് വേണം. എന്നുവെച്ചാൽ പലർക്കും ഉണ്ട് ഒരുപാട് ഇൻകം മേടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ, ഒരുപാട് മണി അച്ചീവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഒരു വളരെ ലോ ലെവലിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതില്ലാതെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആദ്യമേ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നാൽ നല്ല രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സോഫ്റ്റ് സ്കില്ല് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന് പുറമെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ല് ഉണ്ടാക്കുക, അതുപോലെ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയുള്ള ഒരുപാട് സ്കിൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സോഫ്റ്റ് സ്കില്ല്, അത് നിങ്ങൾക്ക് ഓൾറെഡി കോളേജിലൊക്കെ ട്രെയിനിങ് കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരുപാട് ട്രെയിനിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള കാര്യം. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ജോബിന് ടാർഗറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൊരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക, പുതിയൊരു ഐഡിയ എടുത്തുണ്ടാക്കി കണ്ടെത്തുക, അല്ലെങ്കിൽ ഉള്ള ഐഡിയയിൽ തന്നെ എങ്ങനെ ബിസിനസ് കണ്ടെത്തുക എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ. അതിന് ഒരുപാട് ഇന്ന് കേരളത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അടുത്ത് ഒരുപാട് സപ്പോർട്ട് എൻ്റർപ്രണർഷിപ്പിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഒരുപാട് സപ്പോർട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ നിന്നായാലും എൻ്റർപ്രണർഷിപ്പ് ക്യാമ്പുകളും കമ്മ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു കോളേജ് പഠിച്ചവരായാലും പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായാലും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം, സാലറിയുടെ പ്രോബ്ലം, ഇൻകത്തിൻ്റെ പ്രോബ്ലം, ഈ കാര്യങ്ങളൊക്കെ മാറി കിട്ടും. ഞാനിപ്പോൾ കുറേ പോയിന്റുകൾ പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത, അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ല കഴിഞ്ഞവരായിട്ടുള്ള ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എഴുതി വല്ല MNCയിലും കയറാൻ വേണ്ടി നോക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യരുത്. അതായത് MNC കയറുമ്പോഴും പല പ്രൊഫൈൽസ് ഉണ്ട്. നോർമൽ പ്രൊഫൈൽ ആപ്റ്റിറ്റ്യൂഡ് എഴുതിയിട്ട് കയറുന്നത് കൊണ്ട് നിങ്ങൾ ടെക്കി നല്ല പാഷനായിട്ട് എന്തെങ്കിലും ഒരു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യണം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട്, അതായത് ചുമ്മാ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പോസ്റ്റിൽ കയറാനാണ് MNCയിൽ പോയിട്ട് ജോബിന് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് ഇൻ്റർവ്യൂവിന് ട്രൈ ചെയ്യുക. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ. നിങ്ങൾ നാട്ടിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ടാവും. ഇതിൻ്റെ പിന്നാലെ നടക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വരുന്ന കുറേ കുട്ടികളുണ്ടാകും. ഈ ഇൻ്റർവ്യൂവിനൊക്കെ നമ്മുടെ IT കമ്പനി കാലിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിന് പൈസ ആയിട്ട് ഒരുപാട് പേര് ഇൻ്റർവ്യൂവിനൊക്കെ വരാറുണ്ട്. അപ്പം ഇവിടെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ ഒരു 1 year തന്നെ ഒരു കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടാകും, വലിയൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും. പക്ഷേ വേറൊരുത്തൻ എന്നോട് വന്ന് പറയാണ്, ഞാനൊരു 1 month ഇങ്ങനൊരു പുതിയ ടെക്നോളജി പഠിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്കതൊരു ഫുള്ളൊന്നും ആയില്ല, എന്തൊക്കെയോ ആയി, പക്ഷേ എനിക്ക് എന്നാലും ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല എന്നൊക്കെ പറയാം. ഞാൻ എടുക്കാൻ പോണേ എംപ്ലോയി എന്ന് വെച്ചാൽ ഈ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ച ആളായിരിക്കും. എന്താ വെച്ചാൽ ആ സെൽഫ് ഇനീഷ്യേറ്റീവ്, ഒരു പുതിയ ടെക്നോളജി പഠിക്കാനുള്ള, സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ട്രൈ ചെയ്യൽ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഒരു 1 year വെച്ചുള്ള സർട്ടിഫിക്കറ്റിനല്ല വാല്യൂ, ആ ഒരു സ്കില്ലിനാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് പിന്നാലെ പോകാനോ അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്ന രീതി അത് മാറ്റിയിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ നന്നായിട്ട് ചെയ്യാം.
പിന്നെ പ്രൊജക്റ്റ്, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു മെയിൻ, ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊജക്റ്റ് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരിക്കും, 1-2 പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രൊജക്റ്റുകളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും പുറത്തൊരു ഏതെങ്കിലും പ്രൊജക്ട് സെൻറ്ററുകളിൽ പോയിട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കണം, അത് ചെയ്യണം. അതിനിപ്പോൾ പകുതി വെച്ച് നിന്നതായിക്കോട്ടെ. ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് കേൾക്കുന്നതിൽ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഈ ഒരു റെഡിമെയ്ഡ് പ്രൊജക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഒരു എറർ ഉണ്ടാവില്ല, പക്ക 100% ഔട്ട്പുട്ട് ആയിരിക്കും അവർ ഡെലിവർ ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാതെ സ്റ്റുഡൻസ് ചെയ്തല്ല എന്നുള്ളത്. സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ പല ഭാഗങ്ങളുണ്ടായിരിക്കും, കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ് അല്ലായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും അവർക്ക് മാർക്ക് കൊടുക്കാൻ ശ്രമിക്കണം, അവർ സ്വന്തമായിട്ട് ചെയ്താണെങ്കിൽ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വെച്ചാൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് സ്വന്തമായിട്ടായിരിക്കണം. ഇനി കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും പ്രൊജക്റ്റ് ചെയ്യുന്നത് സ്വന്തം പ്രൊജക്റ്റ് ആയിരിക്കണം. 4ാമത്തെ കേസ് എല്ലാവരും ചെയ്യുന്നതാണ്. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ഓപ്ഷൻ, ഇനിയിപ്പോൾ നമ്മൾ സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്തില്ല, 4ാമത് ചെയ്യാൻ പോണ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യാൻ പോണ ഈ 2 പരിപാടികളാണ്. ബാങ്ക് കോച്ചിങ്ങും പോലെ PSC കോച്ചിങ്ങും. ഈ 2 കാര്യം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്ത് 4 വർഷം കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവർക്ക് പറ്റിയ ഫീൽഡ്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു ബുൾഷിറ്റാണ്. അതിലോട്ട് പോവാതിരിക്കുക എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ വന്നിട്ട്. ഇത്രയും പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇനി എഞ്ചിനീയറിംഗ് പാഷനായിട്ടായിട്ട് എടുക്കാൻ പോണവർക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ടെക്നോളജി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും ടെക്നോളജി അപ്ലൈ ചെയ്യാണ്. ടെക്നോളജിയുടെ ചാൻസ് ആ രീതിയിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സ്, ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്സിന് ഫണ്ടിങ് ആയിട്ടും ഒരുപാട് കമ്പനീസിൽ നിന്ന് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്സും നല്ല രീതിയിൽ വളരുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പാഷനായിട്ടായിട്ട് എഞ്ചിനീയറിങ്ങിന് വന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ആ സ്കിൽ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ നല്ല രീതിയിൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ B.Tech Dead എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. അതായത് ആർക്കാണ് B.Tech Dead? B.Tech Dead ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ്. അതായത് ഇതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വന്ന ആൾക്കാർക്ക് മാത്രമാണ് B.Tech Dead ആയി കിടക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ബൂമിംഗ് ഉള്ളൊരു ഫീൽഡാണ്. അത്രയും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യം. അപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. നല്ല രീതിയിൽ വർക്കൗട്ട് ഈ പറഞ്ഞ പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഡൗട്ട്സ് കാര്യങ്ങൾ, ഇപ്പോൾ പലർക്കും പല പോയിന്റ്സുമാരും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സിൽ ഇനി ട്രെയിനിങ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ആവശ്യപ്പെടാം. അതുപോലെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിച്ച് കഴിഞ്ഞവരുണ്ടെങ്കിൽ പാരൻസിനടക്കം, സ്റ്റാഫിനടക്കം, നിങ്ങളുടെ കോളേജിലെ സ്റ്റാഫിന് എന്തായാലും ഈ വീഡിയോ എത്തിക്കണം, മസ്റ്റാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കാം.